നമ്മൾ ഈ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രോബ്ലമാണ് ഈ സോഷ്യൽ ആങ്സൈറ്റി. നമ്മൾ ഇന്നലെ എക്സ്ട്രോവേർട്ട് ആവുന്നതിനെ കുറിച്ച് സംസാരിച്ചില്ലേ. സോ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ ആങ്സൈറ്റി ഒഴിവാക്കണം. അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. എനിക്കും ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിലൊക്കെ കുറിച്ച് ഭയങ്കര ഒരു സോഷ്യൽ ആങ്സൈറ്റി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആളില്ലാത്ത സ്ഥലത്ത് റെക്കോർഡ് ചെയ്ത് ശീലാക്കുക. അപ്പോൾ പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ശീലിപ്പിക്കുക. പിന്നെ അത് ശരിയായി പോകും. പിന്നെ വല്ലാതെ ഈ സോഷ്യൽ ആങ്സൈറ്റി വരുമ്പോൾ ആകെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് ഇനി ഒരു 80 വർഷം മുമ്പോട്ട് പോയാൽ നമ്മളോ നമുക്കറിയുന്നവരോ ഈ ലോകത്തുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മളെ ചിന്തകളും നമ്മളെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം മാഞ്ഞു പോകും. സോ അത് നമ്മുടെ റിഗ്രറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കാരണം റിഗ്രറ്റ് ക്യാൻ കിൽ യു ലൈക്ക് എനിത്തിങ്. റിഗ്രറ്റ് വെച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ ആങ്സൈറ്റി പടിപടിയായിട്ട് കളയാം. ഒരു ദിവസം വന്നിട്ട് ആ സോഷ്യൽ ആങ്സൈറ്റിനെ എടുത്ത് കളയാൻ നമുക്ക് പറ്റില്ല. അത് ഡെയിലി കുറച്ചായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിമൂവ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരുടെയും സോഷ്യൽ ആങ്സൈറ്റി പെട്ടെന്ന് മാറട്ടെ.